അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നോമ്പുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അമലാണ് അത്താഴം കഴിക്കൽ. അത്താഴത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ഇവിടെ പറയുന്നത്. അത്താഴം സുന്നത്താണ്. അതിന്റെ നിയ്യത്ത്, എന്ത് കഴിക്കലാണ് ഉത്തമം, എപ്പോഴാണ് അത്താഴം കഴിക്കേണ്ടത്, അത്താഴം കഴിക്കുന്നതിന്റെ ഹിക്മത്ത് അഥവാ രഹസ്യം, ഈ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ വിവരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്താഴം കഴിക്കാൻ പറഞ്ഞത് ഇങ്ങനെയാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, തസഹുറു ഫഇന്ന ഫി സഹൂരി ബറകത്തുൻ. നിങ്ങൾ അത്താഴം കഴിക്കുക, തീർച്ചയായും അതിൽ ബറക്കത്തുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ അത്താഴം ഒഴിവാക്കിയാൽ ഈ ബറക്കത്ത് നഷ്ടപ്പെടുന്നു. മറ്റൊരു ഹദീസിൽ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈക്കും ബിഅദാഇസ് സഹൂരി ഫഇന്നഹു ഹുവൽ അദാഉൽ മുബാറക്. നിങ്ങൾ അത്താഴം കഴിക്കുക, തീർച്ചയായും അതാകുന്നു അനുഗ്രഹീത പ്രഭാത ഭക്ഷണം. അതുപോലെ മറ്റൊരു ഹദീസിൽ നബിതങ്ങൾ പറയുന്നു, ഇന്നല്ലാഹ അസ്സ വജല്ല വമലായികതഹു യുസല്ലൂന അലൽ മുതസഹ്ഹിരീൻ. അല്ലാഹുവും അവന്റെ മലക്കുകളും അത്താഴം കഴിക്കുന്നവരുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു, ഗുണം ചെയ്യുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിനാൽ ബർക്കത്താക്കപ്പെട്ട അത്താഴം നാം ഒഴിവാക്കി കളയരുത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഏതൊരു സൽക്കർമ്മത്തിനും നിയ്യത്ത് അനിവാര്യമാണല്ലോ. അതുകൊണ്ട് അത്താഴം കഴിക്കുന്ന സമയത്ത് സുന്നത്തിന് വേണ്ടി ഞാൻ അത്താഴം കഴിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക. അതാരും മറക്കരുത്. ഇനി നാം എന്താണ് അത്താഴത്തിന് കഴിക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിശ്വാസിയുടെ അത്താഴത്തിൽ ഏറ്റവും നല്ലത് ഈത്തപ്പഴമാണ്. അത്താഴം കഴിക്കുന്നവർക്ക് അല്ലാഹു കരുണ വർഷിക്കുന്നതാണ്. അതുകൊണ്ട് അത്താഴം കഴിക്കുമ്പോൾ ഈത്തപ്പഴം ഉൾപ്പെടുത്തുക. ഇനി അത്താഴ സമയം പറയാം. അർദ്ധരാത്രി മുതലാണ് അത്താഴ സമയം തുടങ്ങുന്നത്. എന്നാൽ സുബ്ഹിയോടടുത്ത് രാത്രിയുടെ അവസാനം കഴിക്കലാണ് അത്താഴത്തിന്റെ നല്ല സമയം. ഇനി അത്താഴം കഴിക്കുന്നതിന്റെ ഹിക്മത്ത് അഥവാ രഹസ്യം എന്താണ്? ഒന്നാമത്തേത്, നോമ്പ് അനുഷ്ഠിക്കാൻ ശക്തി സംഭരിക്കലും പിന്നെ ജൂത ക്രൈസ്തവരോട് ഭിന്നമാവലുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മുടെയും വേദം നൽകപ്പെട്ടവരുടെയും വ്യത്യാസം അത്താഴം കഴിക്കലാണ്. വേദം നൽകപ്പെട്ടവർ ജൂതരും ക്രൈസ്തവരുമാണ്. അവർ അത്താഴം കഴിക്കില്ല. സഹോദരങ്ങളെ, നിങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി അത്താഴം കഴിക്കാൻ നല്ല മനസ്സോടെ എഴുന്നേൽക്കുക. അല്ലാഹു നമ്മുടെ സൽക്കർമ്മങ്ങളെ സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.